ഇത് ഹോണ്ട യൂണിക്കോൺ അതിൻ്റെ കാർബറേറ്റർ അസംബ്ലി ഉണ്ടോ. അപ്പോൾ ഇതിനകത്ത് നിലവിൽ ഒരു വലിയുടെ പ്രശ്നമൊക്കെ വണ്ടിക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഹെഡ് ഡീകാർബണൈസിങ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ പോലും വണ്ടി വലിയുടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കാർബറേറ്ററിൻ്റെ ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ എയർ സ്ക്രൂവിൻ്റെ ഈ ഭാഗത്ത് വരുന്ന ഒരു നോബുണ്ട്. അതായത് ഈ സ്ക്രൂവിൻ്റെ ഇവിടെ നിന്ന് ഇടയ്ക്ക് സൂചി പോലെ കുറച്ച് നീട്ടത്തിലേക്ക് വന്ന ആ സ്ക്രൂവിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഈ വന്ന ഹോളിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞ് അതിൻ്റെ പീസ് ഇരിക്കുകയാണ്. നമ്മളത് പരമാവധി ട്രൈ ചെയ്ത് നോക്കി അഴിക്കാനായിട്ട്, പക്ഷേ ഒരു ഓപ്ഷൻ ഇല്ല. എന്താ പ്രോബ്ലം വെച്ചാൽ നമ്മൾ ഈ സ്ക്രൂ ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കും, പക്ഷേ ട്യൂണിങ് ചെയ്യുന്ന സമയത്ത് അത് പൊന്തയും താഴെയും ചെയ്യണം. അത് ലൂസാക്കുമ്പോൾ നിങ്ങൾ പൊന്തി വരണം, ടൈറ്റ് ചെയ്യുമ്പോൾ താഴേക്ക് പോകണം. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അത് ഉള്ളിൽ ഒടിഞ്ഞിരിക്കണോണ്ട് തന്നെ ആ ഒരു ഇത് നടക്കില്ല സ്വാഭാവികമായിട്ടും. അത് അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. നമുക്ക് ഈ സ്ക്രൂവിൻ്റെ ഈ ഭാഗമൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കിയാലും ഡ്രിൽ ചെയ്തിട്ടൊക്കെയാലും എടുപ്പിക്കാം. പക്ഷെ അത് അതിൻ്റെ ഉള്ളിലാവുമ്പോൾ വളരെ ഇതേപോലെ വന്ന നോബാണ്, വളരെ ചെറിയ നോബാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുക, ഒരു സൂചി പോലെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി പാടി മാറ്റേണ്ടി വരും. 50,000 രൂപ മുകളിൽ നമുക്ക് ചിലവന്ന കേസാണ്. തൽക്കാലം നമുക്ക് ഈ രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത്, അതുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടുമെന്നുള്ള ദിവസം നോക്കാം. അപ്പോൾ പോസിബിൾ അല്ല, വലിയുടെ കേസ് ക്ലിയർ ആവണില്ല, മോർണിംഗിൽ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ കാണിക്കുകയാണെങ്കിൽ വേറൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല. കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനൊന്നും പറ്റുള്ളൂ.